അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SCERT 9th ഇംഗ്ലീഷിലെ പുതിയ സിലബസിലെ ഇംഗ്ലീഷിലെ സെക്കൻഡ് ചാപ്റ്ററായ ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ഒരു നോബൽ ലോറേറ്റായ സെൽമ ലഗഹുലോഫ് എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. അപ്പോൾ ആ റൈറ്ററിൻ്റെ ഈ ഒരു വർക്കിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. A few days ago, I was sitting in the train bound for Stockholm. It was early evening. There was a little light in my compartment and none at all outside. My fellow passengers were dozing and I was very quiet listening to the rattling of the train. എന്താണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ട്രെയിനിലിരിക്കുകയായിരുന്നു. സ്റ്റോക്ക്ഹോമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിലിരിക്കുകയായിരുന്നു. അതൊരു വൈകുന്നേരമായിരുന്നു, അല്ലെങ്കിൽ രാത്രി സമയമായിരുന്നു. കമ്പാർട്ട്മെൻറ്റിനകത്ത് കുറച്ച് വെളിച്ചമുണ്ട്, പക്ഷെ പുറത്ത്, കമ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്ത്, അതായത് പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ വെളിച്ചമൊന്നുമില്ല, അതായത് രാത്രിയായി. എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരെല്ലാം, അല്ലെങ്കിൽ ആ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരെല്ലാം ഉറങ്ങുകയായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ഉറങ്ങാതെ ആ ഒരു ട്രെയിനിൻ്റെ റാറ്റ്ലിംഗ് സൗണ്ട്, ആ ഒരു ഒച്ചയും ശ്രദ്ധിച്ചിങ്ങനെ കിടക്കുകയായിരുന്നു. ആൻഡ് ദെൻ ഐ ബിഗൺ ടു തിങ്ക് of all the other times I had come up to Stockholm. It had usually been to do something different, such as to pass examinations, and now I was coming to receive the prize in literature. That too, I thought would be difficult. അപ്പോൾ എന്താണ്, ഇപ്പം ഇദ്ദേഹം ആലോചിക്കുകയാണ്, ഞാൻ സ്റ്റോക്ക്ഹോമിലേക്ക് വന്ന സമയങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. ഞാൻ പണ്ട് വന്നിരുന്നത് എക്സാം എഴുതാനായിരുന്നു. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് പ്രൈസ് മേടിക്കാനാണ്, ലിറ്ററേച്ചറിലുള്ള നൊബേൽ പ്രൈസ് മേടിക്കാനാണ് ഞാൻ ഇപ്പോൾ സ്റ്റോക്ക്ഹോമിലേക്ക് എത്തുന്നത്. ഡീപ്പ് വിത്തിൻ മീ, however, was a wondrous joy at receiving this praise. I tried to dispel my anxiety by thinking of those who'd rejoice at my good fortune. They were my good friends, my brothers and sisters, and first and foremost my old mother, sitting back home, was happy to have lived to see this day. But then I thought of my father and felt a deep sorrow that he was no longer alive. I could not go and tell him that I had been awarded the Nobel Prize. I know that no one would have been happier than he to hear this. Yes, it was a deep sorrow to me that I could not tell him. എന്താണ്, അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം ആലോചിക്കുകയാണ്, തനിക്ക് പ്രൈസ് കിട്ടുന്നതിൽ സന്തോഷിക്കുന്ന ആൾക്കാരെയെല്ലാം ഇദ്ദേഹം ആലോചിക്കുകയാണ്. തൻ്റെ ഫ്രണ്ട്സ്, തൻ്റെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഏറ്റവും കൂടുതലായിട്ട് തൻ്റെ അമ്മ ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് ഈ പ്രൈസ് കിട്ടുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ റൈറ്റർ അദ്ദേഹത്തിൻ്റെ ഫാദറിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പോഴാണ് തിരിച്ചറിയുന്നത് ഫാദർ മരിച്ചുപോയി, അദ്ദേഹമായിരിക്കും താൻ ഈ പ്രൈസ് കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ടാകുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് നമ്മുടെ റൈറ്റർ. All rustle and bustle ceased, and the sound of the wheels became a soothing, praiseful melody. The coaches no longer seemed to run on rails and sleepers, but to glide into space. അപ്പോൾ എന്താണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ യാത്രയുടെ സൗണ്ട് കുറച്ചുകൂടെ സ്മൂത്തായി, കുറച്ചുകൂടെ സൂത്തിങ് ആയി, കുറച്ചുകൂടെ മെലോഡിയസ് ആയി. അപ്പോൾ ഈ ഒരു ഗ്ലൈഡ് ചെയ്യുന്ന പോകുന്ന ഫീലാണ്, അല്ലാതെ ഈ ഒരു ട്രാക്കിൽ കൂടെ ഈ റെയിലിൽ പോകുന്ന ഒരു ഫീലല്ല ഇദ്ദേഹത്തിന് തോന്നി തുടങ്ങിയത്. I sat there and thought how much I should like to see my old father again. So light and soundless was the movement of the train that I could hardly imagine I was on this earth. And so I began to daydream. Just think, if I were going to meet my father in paradise. I seem to have heard of such things happening to other people. Why then not to myself? The train went gliding on, but it had no long way to go yet, and my thoughts raced ahead of it. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഇദ്ദേഹം വീണ്ടും ആലോചിക്കുകയാണ്, തൻ്റെ ഫാദറിനെ ഒന്നുകൂടെ കാണാൻ പറ്റുന്നതും പാരഡൈസ്, സ്വർഗത്തിൽ പോയി കാണുന്നതും അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഇദ്ദേഹം ആലോചിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ ഈ ട്രെയിനിൽ പോകുന്നൊരു ഫീൽ ഇദ്ദേഹത്തിന് തോന്നുന്നില്ല. ഇദ്ദേഹം ഒരു ഡ്രീം ചെയ്യാൻ, അല്ലെങ്കിൽ ഒട്ടും സൗണ്ട് ഇല്ലാതെയാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രീം ചെയ്യാൻ ഇദ്ദേഹം ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ ആരംഭിക്കുകയാണ്. Father will certainly be sitting in a rocking chair on a veranda with a garden full of sunshine, flowers and birds in front of him. He will be reading, of course, but when he sees me, he will put down his book, push his spectacles high up on his forehead, and get up and walk towards me. He will say, "Good day, my daughter. I am very glad to see you. Oh, why you are here, and how are you, my child?" Just as he always used to do.
അപ്പോൾ എന്താണ് അദ്ദേഹം നമ്മുടെ റൈറ്റർ ആലോചിക്കുകയാണ്. ഇപ്പോൾ കാണുകയാണെങ്കിൽ അദ്ദേഹം അതായത് ഈ റൈറ്ററിൻ്റെ ഫാദർ ഒരു വരാന്തയിലിരുന്ന് റോക്കിംഗ് ചെയറിലിരുന്ന് പുസ്തകം വായിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ നമ്മുടെ റൈറ്ററിനെ കാണുന്ന സമയത്ത് തന്നെ അത് നിർത്തിയിട്ട് വന്ന് ചോദിക്കും, എന്താ മോളെ ഇപ്പോൾ എന്താ ഇവിടെ വന്നത്, എന്താ വിശേഷം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കും എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ റൈറ്ററിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. He will settle again in his rocking chair and only then begin to wonder why I have come to see him. You are sure there's nothing amiss? He will ask suddenly. No, father, all is well, I will reply. But then I just say I am about to break my news to him. I will decide to keep it back just a while longer and trying the indirect approach. I have come to ask you for an advice, father, I will say, for I am very heavily in debt. എന്താണ് ഇപ്പോൾ പറയുകയാണ്. അപ്പോൾ ഫാദർ ചോദിക്കും, എന്താ വിശേഷം, പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ വരുന്നതിലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഡോക്ടർ പറയും, സ്വയം ചിന്തിക്കുകയാണ്, ഇങ്ങനെ ഡോക്ടർ പറയും, എന്താണ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല, വന്നതാണെന്നൊക്കെ പറയും. പക്ഷേ ഈ നോബൽ പ്രൈസ് കിട്ടിയ ഒരു കാര്യം ഇവർ ചിന്തിച്ചു കൂട്ടുന്നതാണ്. ഇതൊക്കെ ഒരു നോബൽ പ്രൈസ് കിട്ടിയ കാര്യം പറയാതെ ഇൻഡയറക്റ്റായിട്ട് പറയാൻ ശ്രമിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഡോക്ടർ പറയുന്ന വാക്കുകൾ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ഒരു അഡ്വൈസിന് വേണ്ടി വന്നതാണ്, ഞാനിപ്പോൾ നല്ല രീതിയിൽ കടത്തിൽ ആണ്, അതായത് ഡെപ്റ്റിലാണ് എന്നൊക്കെ പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. I am afraid you will not get much help from me in this matter, father will reply. One may well say of this place that I has everything except money. അപ്പോൾ ഫാദർ പറയും, എനിക്ക് നിനക്ക് ആവശ്യമുള്ള ചിലപ്പോൾ തരാൻ പറ്റില്ല, കാരണം എനിക്ക് എൻ്റെ പക്കലെല്ലാം ഉണ്ട്, പക്ഷേ പണം മാത്രമില്ല എന്ന് ഫാദർ പറയുമെന്ന് നമ്മുടെ ഡോക്ടർ വിചാരിക്കുകയാണ്. Oh, but it is not money that I owe. Do you remember how you used to play the piano and sing Bellman's song to us children, and how you let us read Tegner and Renneberg and Andersen? It was then that I first fell into debt. Father, how shall I ever repay them for teaching me to love fairy tales and sagas of heroes? അപ്പോൾ എന്താണ് പറയുന്നത്, അത് കടത്തിൻ്റെ അല്ലെ പൈസയുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡല്ല, പൈസയുടെ ആ ഒരു ഡെപ്റ്റ് അല്ല, പകരം ഫാദറാണ് എനിക്ക് ആ ഒരു ഫെയറി ടെയിൽസിലോട്ടും അതുപോലെ തന്നെ ഹീറോസിൻ്റെ സ്റ്റോറീസിലോട്ടും ഒക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവന്നത്, അതിനോടുള്ള ഒരു കടപ്പാടാണ് എന്ന് പറയും. ഫാദർ വിൽ സ്ട്രെയിറ്റൺ അപ്പ് ഇൻ ഹിസ് റോക്കിംഗ് ചെയർ ആൻഡ് എ ലുക്ക് ഓഫ് വണ്ടർ വിൽ കം ഇൻ ടു ഹിസ് ഐസ്. ഐ ആം ഗ്ലാഡ് ദാറ്റ് ഐ ഗോട്ട് യു ഇൻ ടു ദിസ് ഡെപ്റ്റ്, ഹി വിൽ സേ. അപ്പോൾ ഫാദറിൻ്റെ മറുപടി ഇങ്ങനെ ആയിരിക്കുമെന്ന് ഡോക്ടർ അല്ലെങ്കിൽ നമ്മുടെ റൈറ്റർ ചിന്തിക്കുകയാണ്. എന്താണ് എന്തായാലും ഞാൻ നിനക്ക് അങ്ങനെ ഒരു കടം ഉണ്ടാക്കി തന്നാലും ഞാൻ വളരെ സന്തോഷവാനാണ് എന്നൊക്കെയുള്ള മറുപടി ആയിരിക്കും ഫാദറിൻ്റെ കയ്യിൽ നിന്ന് വരുന്നത് എന്നാണ് ഈ ഡോക്ടർ ചിന്തിക്കുന്നത്. യെസ്, യു മേ ബി റൈറ്റ് ഫാദർ, ബട്ട് ദെൻ റിമെമ്പർ that is not all of it. Think of those poor homeless vagabonds who used to travel up and down playing the fool and singing all these songs. What do I not owe to them, to their mischief and mad pranks, and the old men and women sitting in their small grey cottages telling me wonderful stories of water spirits and trolls of enchanted maidens? It was they who taught me that there is poetry in hard rocks and black forests, and I am in debt not only to people. There is a whole of nature as well, the animals that walk the earth, the birds in the skies, the trees and the flowers. They have all told me some of their secrets. അപ്പോൾ എന്താണ്, ഫാദറിനോട് മാത്രമല്ല എനിക്ക് കടപ്പാട്, ഈ നാട്ടുകാരോട്, അതായത് അവരുടെ കഥകളും കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്ന നാട്ടുകാരോട്, അതുപോലെ തന്നെ ഈ ഫോറസ്റ്റിനോട് അല്ലെങ്കിൽ ഈ നേച്ചറിനോട്, ആനിമൽസിനോട്, ബേർഡ്സിനോട്, ഇതിനോടെല്ലാം എനിക്ക് കടപ്പാടുണ്ട്. അവിടെ നിന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു ഹാർഡ് റോക്കിലും ഒരു ബ്ലാക്ക് ഫോറസ്റ്റിലും ഒക്കെ പോയട്രി ഉണ്ട് എന്ന്. ഫാദർ വിൽ ബി as carefree and relaxed as he used to be. Never fear, child, there is a remedy for your trouble. ഇപ്പം എന്താണ്, ഇപ്പോൾ ഫാദർ പറയും, അതൊന്നും പേടിക്കണം, നിനക്ക് നിൻ്റെ ആ ഒരു ഡെപ്റ്റിനൊരു മരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു റെമഡി ഉണ്ട്. I don't think, father, that you really understand how hard it is for me. I am also in debt to my readers. What would have become of me if no one had wanted me to read my books? And don't forget all those who had written for me. Think of all those in foreign land who have worked for me. I owe them gratitude, father, both of their praise and of their censure. എന്താണ് പറയുന്നത്, അങ്ങനെയല്ല ഫാദർ, ഞാൻ കൂടുതൽ കടബാധ്യതയാണ്. കാരണം എന്താണ്, എൻ്റെ വായനക്കാരോട്, ഞാൻ എഴുതി ബുക്കൊന്നും അവർ വായിച്ചു തന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ, അല്ലെങ്കിൽ എൻ്റെ ഫോറിൻ ലാൻഡ്സിന് എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരോട്, അങ്ങനെയൊക്കെ ഉള്ളവരോടത്ത് എനിക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡുണ്ട്. യെസ് ഫാദർ വിൽ സേ, ആൻഡ് ഐ ഷോൾ സീ ഹിം എ ലുക്ക്
ലിറ്റിൽ ലെസ് കാം. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഫാദർ കുറച്ചുകൂടെ ഒരു സമാധാനമില്ല, ഒരു കാംനെസ് ഇല്ലാതെ കാണപ്പെടും എന്ന് ചിന്തിക്കുകയാണ് നമ്മുടെ ഡോക്ടർ. റിമെമ്പർ ഓൾ who have helped me, father, I shall say. Think of my faithful friend Eslate, who tried to open doors for me when no one dared to believe in me. All the love that has come to me, the honors and the distinctions, do not understand now that I had come to you to ask how such debt can be paid. അപ്പോൾ എന്താണ്, അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ്, പ്രത്യേകിച്ച് എസൽഡ് എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട്, ആരും എന്നെ വിശ്വസിക്കാതിരുന്ന സമയത്തും എന്നെ വിശ്വസിച്ച് എന്നെ റൈറ്റിങ്ങിലേക്ക് പ്രൊമോട്ട് ചെയ്ത ആളാണ്. അപ്പോൾ അവരോടുള്ള കടമെല്ലാം ഞാൻ എങ്ങനെ വീട്ടുമെന്നറിയാനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. Father has lowered his head and does not look so hopefully anymore. I agree, daughter. It is not going to be easy to find help for you, but surely there is nothing more you owe anyone. Yes, father, I have found it difficult enough to bear all that I owed before, but my biggest debt has not yet come. That is why I had to come to you for advice. അപ്പോൾ എന്താണ് പറയുന്നത്, അപ്പോൾ ഫാദർ തല താഴ്ത്തിയത് കാരണം എന്താണ്, അത് തന്നെയാണ് കാരണം. ഇങ്ങനെ ഒരു വലിയ കടം തൻ്റെ മകൾക്ക് വീട്ടാൻ കഴിയില്ല എന്ന് ഫാദർ സമ്മതിക്കും. അപ്പോൾ വീണ്ടും ചോദിക്കും, ഇത്രയേ ഉള്ളൂ, വേറെ എന്തെങ്കിലും കടം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഇത് മാത്രമല്ല, ഇനി എനിക്കൊരു വലിയ കടം കൂടി ഉണ്ട്, അതാണ് ഏറ്റവും വലിയ കടം എന്ന് പറയും. I cannot understand how you would owe still more, father will say. Oh yes, I will reply, and then I will tell him all about this. അപ്പോൾ എന്താണ്, ഫാദറിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഫാദർ പറയും, ഇതിലും വലിയ കടമുണ്ടോ, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്നും പറഞ്ഞ് ഈ കാര്യം അവതരിപ്പിക്കാൻ തുടങ്ങും. I just cannot believe the academy, father will say, but nothing at me and seeing my face, he will know it was all true. And then every wrinkle in his face will tremble and tears will come into his eyes. അപ്പോൾ ഈ നോബൽ പ്രൈസ് കിട്ടിയപ്പോൾ അദ്ദേഹം സന്തോഷത്താൽ കരയും എന്നാണ് ആര് പറയുന്നത്, തൻ്റെ ആ ഒരു റൈറ്റർ പറയുന്നത്. Think, father, it is not only honor and money they are bestowing on me. They have shown that they have trust enough in me to single me out before the whole world. How shall I repay this debt? അപ്പോൾ പറയും ഫാദർ, എനിക്ക് അവർ തരുന്ന ആ ഒരു ഹോണറും മണിയും മാത്രമല്ല എന്നെ കടക്കാരിയാക്കുന്നത്, അതുപോലെ തന്നെ അവരെന്നിൽ അർപ്പിച്ച വിശ്വാസം, ആ വിശ്വാസത്തിന് ഞാൻ എങ്ങനെ റീപേ ചെയ്യും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഫാദർ വിൽ സിറ്റ് and still no words will come as he thinks, but drying tears of joy from his eyes, he will bang down his fist on the arm of rocking chair and say, I will not rack my brains about problems that no one in heaven or on earth can solve. I am too happy that you have been given the Nobel Prize to worry about anything. എന്ത് പറയും ഫാദർ, കുറേ നേരം ആലോചിച്ചതിന് ശേഷം ആ റോക്കിംഗ് ചെയറിലിരുന്ന് പറയും, എന്താണ്, ഞാൻ കൂടുതൽ ആലോചിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്താണ്, സ്വർഗത്തിനോ ഭൂമിയിലോ ഒന്നും ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ചോദ്യങ്ങൾക്ക് ഞാൻ കൂടുതൽ ആലോചിക്കാൻ കഴിയുന്നില്ല. എന്തായാലും ഞാൻ നിനക്ക് നോബൽ പ്രൈസ് കിട്ടിയതിൽ വളരെ വലിയ സന്തോഷവാനാണ് എന്ന് പറയും. Your Majesties and Your Royal Highness, ladies and gentlemen, having received no better answer than this to all my questions, it only remains to me to ask you to join me in the toast which I have the honor to propose to the Swedish Academy. ഇപ്പോൾ അവർ പറയുകയാണ്, അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ആ സ്വീഡിഷ് അക്കാഡമിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഹോണറിൽ എൻ്റെ കൂടെ ഉണ്ടാകണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിവിടെ നിർത്തുകയാണ്. ഇതാണ് സൽമ ലഗഫിൻ്റെ ആ ഒരു നോബൽ പ്രൈസ് കിട്ടിയപ്പോൾ തൻ്റെ ഫാദറിനെ അവർ അവർ ഇമാജിനറി ആയിട്ട് കാണുന്നത്, അവിടെ ഫാദറുമായിട്ട് നടത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ പറയുന്നത്. അവരൊരു സ്വീഡിഷ് ഓതറാണ് നമ്മുടെ സൽമ ലഗഫോഫ്. അവർക്ക് എന്താണ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു ബേസിൽ എഴുതിയിരിക്കുന്ന ഒരു മൂവിങ് സ്പീച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു ടൈപ്പ് ഓഫ് വർക്കാണിത്. താങ്ക് യു.